അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പുതിയൊരു പാഠം തുടങ്ങുകയാണ്. പാഠം 6, കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ. 1800 ശേഷം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടായ ശ്രമങ്ങളെ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയാറുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ ചിലരെ ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നു. ഒന്നാമതായി സനാഉള്ള മക്തി തങ്ങൾ. പൊന്നാനി താലൂക്കിൽപ്പെട്ട വെളിയങ്കോട് ഗ്രാമത്തിലാണ് അദ്ദേഹം 1847 ജനിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നിരുന്നു. ഇസ്ലാമിനെതിരും അവരുടെ പ്രചരണമുണ്ടായി. ക്രിസ്ത്യൻ പാതിരിമാരുടെ വാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മക്തി തങ്ങൾ അക്കമിട്ടങ്ങ് മറുപടികൾ നൽകി. മുസ്ലിങ്ങൾ ഇംഗ്ലീഷും മലയാള ഭാഷയും നിർബന്ധമായും അഭ്യസിക്കണമെന്ന് അദ്ദേഹം ഉണർത്തി. ക്രിസ്ത്യൻ വൈദികരുടെ ആശയസംവാദങ്ങൾ നടത്തി. മലയാള ലിപിയിൽ ഒന്നാമതായി അച്ചടിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥമായ കഠോര കുഠാരം രചിച്ചത് മക്തി തങ്ങളാണ്. അടുത്തതായി മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. തിരൂര് താലൂക്കിലെ ആദ്യശേരി തറവാട്ടിൽ 1866 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജനനം. കേരള മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസം ഒത്തുപള്ളികളിൽ നിന്നും ഇന്നത്തെ രീതിയിലുള്ള മദ്രസകളിലേക്ക് മാറിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് കുഞ്ഞഹമ്മദ് ഹാജി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സ്കൂൾ തലത്തിലും പഠിക്കാറുണ്ട്. സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിലെ വക്കം എന്ന പ്രദേശത്ത് 1873 ജനിച്ചത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന്, അല്ലേ? അദ്ദേഹം സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. എന്നാൽ അത് തുടങ്ങിയ അതിൻ്റെ ഉടമസ്ഥൻ അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ഈ പത്രം കൂടാതെ തന്നെ മുസ്ലിം ദീപിക എന്നീ മാസികകളും പ്രസിദ്ധീകരിച്ചിരുന്നു. തിരുവിതാംകൂറിലെ സർക്കാർ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കുവാൻ ഏർപ്പാടുണ്ടാക്കിയത് വക്കം മൗലവി തന്നെയാണ്. ഇനി കേരള മുസ്ലിം ഐക്യസംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ എന്നീ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചതും അദ്ദേഹമാണ്. അടുത്തതായി ഷെയ്ഖ് മാഹീൻ ഹമദാനി. ആലപ്പുഴ ജില്ലയിലെ അരീക്കുറ്റിക്കടുത്ത് വടുതലയിൽ ആണ് ഹമദാനി തങ്ങൾ ജനിച്ചത്. അദ്ദേഹവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെ കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിഘണ്ടു ത്രിഭാഷാ നിഘണ്ടുവാണ്. അതായത് 3 ലാംഗ്വേജസാണ് അതിലുള്ളത്: അറബി, മലയാളം, സംസ്കൃതം നിഘണ്ടു. അങ്ങനെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മതനവോത്ഥാന ശ്രമങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അവരിൽ പ്രധാനികളാണ് മൗലാന അബ്ദുസ്സബാഹ് മൗലവി, KM മൗലവി, സീതി സാഹിബ്, ഇ മൗദ് മൗലവി, VK ഇസുദ്ദീൻ മൗലവി, K മൊയ്ദ് മൗലവി, KC അബ്ദുള്ള മൗലവി തുടങ്ങിയവർ. ഇനി ഹാജി സാഹിബ്. കേരളത്തിലെ മുസ്ലിം പരിഷ്കർത്താക്കളിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് VP മുഹമ്മദ് അലി ഹാജി സാഹിബിനുള്ളത്. കുഞ്ഞാലൻകുട്ടി എന്നാണ് നാട്ടിൽ അറിയപ്പെടുക. മഹാപണ്ഡിതന്മാരായ ഇബ്നു തൈമിയ, ഇമാം ഗസാലി, ഇബ്നു ഖയ്യിം, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് മുതലായവരുടെ വിജ്ഞാന സമ്പുഷ്ടമായ ഗ്രന്ഥങ്ങൾ വായിച്ച് ആവേശം കൊണ്ട് അദ്ദേഹം സമുദായത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ പ്രവർത്തന രംഗത്തിറങ്ങി. ഈ പ്രവർത്തനങ്ങൾക്കിടയിലും കൂടുതൽ അറിവ് നേടുന്നതിനായി വീണ്ടും പള്ളി ദർസുകളിൽ പഠനം തുടർന്നു. മൗലാന മൗദൂദിയുടെ പരിഷ്കരണ സംരംഭങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം മൗദൂദിയുടെ പ്രവർത്തന കേന്ദ്രമായ പഞ്ചാബിലെ പഠാൻകോട്ട് എത്തുകയും അവിടെ 2 കൊല്ലം താമസിക്കുകയും ചെയ്തു. 1943 കേരളത്തിൽ തിരിച്ചു വന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നല്ലൊരു പ്രസംഗകനായിരുന്നു അദ്ദേഹം. അതുപോലെ നല്ലൊരു എഴുത്തുകാരനും കൂടിയായിരുന്നു. പ്രബോധനം വാരിക നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും.
ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഈ പ്രബോധനം വാരിക തുടങ്ങിയത്. ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, അതായത് നമ്മൾ IPH എന്ന സ്ഥാപനത്തിന് വളാഞ്ചേരിയിൽ തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെ. ഇന്നത് കോഴിക്കോടാണുള്ളത്, പക്ഷേ വളാഞ്ചേരിയിൽ അതിന് തുടക്കം കുറിച്ചതും ഹാജി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അതിനും തുടക്കം കുറിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഇത്രയും എടുത്ത് ക്ലാസ്, ചെറിയൊരു ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ കൂടെ തന്നെ ടീച്ചർ തരുന്നതാണ്. ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.